പാട്ടുവേദിയിലേക്ക് ഒരടിപൊളി ഗാനവുമായി മുഹമ്മദ് യാസിൻ എത്തുന്നു. മമ്മൂട്ടി നായകനായ രാജമാണിക്യം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത്. ശ്രവണാനന്ദകരവും നയനാനന്ദകരവുമായി പ്രദീപ് പള്ളുരുത്തി ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം ആലപിക്കുന്നത്. ടോട്ടലി നോക്കുമ്പോൾ ഒരു സൂപ്പർ സംഭവം. ഡാൻസ് ഒക്കെ ഒരു നിവൃത്തി പാട്ടുവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി സനിക എത്തുന്നു. ഒരു ക്ലീൻ സിംഗിങ്. ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത്. ശരിക്കും ശ്രേയാ ഘോഷലിന്റെ ഒരു വോയിസ് ഒരു ഇതുണ്ട്. എസ് ജാനകി ആലപിച്ച ഗാനം നല്ല ശബ്ദമാധുര്യത്തോടെയാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത്. പാട്ടുവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി നിവേദി എത്തുന്നു. ഭയങ്കരമായിട്ടൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത്. ലൈൻ എന്ത് രസമായിട്ട് പാടി. നല്ല രസമുള്ള ഒരു പാട്ട്. എസ് ജാനകി ആലപിച്ച ഗാനം മികച്ച രീതിയിൽ ആലപിക്കുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. നിവേദിയുടെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം.